കാച്ചിക്കോ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. കൂലി. ലോകേഷ് കനകരാജ് സിനിമ, സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകൻ. ഒരു ഗംഭീര സിനിമ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഇത് അങ്ങ് ഒരു സുമാർ പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങ് സെറ്റായില്ല, മൊത്തത്തിൽ പവറില്ല. അതെങ്ങനെ ശരിയാവുന്നത്? ഒരു ലോകേഷ് കനകരാജ് സിനിമ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ടല്ലോ. ലോകേഷ് പല സ്ഥലത്തും വീക്കായി, ഇപ്പോൾ എസ്പെഷ്യലി റൈറ്റിംഗിൽ വളരെ വീക്കാണ്. ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈന്, ക്യാരക്ടേഴ്സിനൊന്നും. ഇപ്പോൾ ലോകേഷിന്റെ സിനിമകളിലെ വില്ലന്മാർ പോലും അങ്ങനെയല്ലേ. പുതുസാ ഒന്നുമില്ല, പഴയതുതാ. ലോകേഷ് സംഭവം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. 500 ഭാഷ, 100 പടയപ്പ, 1000 തന്നെ തുടങ്ങാം. പൊളിച്ചടക്കിയിട്ടുണ്ട്. സൗബിന്റെ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. സൗബിന്റെ ഇതില് കുറച്ച് സീക്വൻസിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നിറഞ്ഞ് കൊണ്ടാടാം. ഞാനൊരു വലിയ സംഭവം അല്ലേ. അമീർ ഖാന് ബിൽഡപ്പ് ആയിട്ട് അമീർ ഖാൻ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നേഴ്സറി പഠിക്കണം അംഗൻവാടിയിലെ പിള്ളേരെ പോലെ ഒരാള് വന്നിരിക്കുന്നത് കഥ, ലോകിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉച്ചം, ഉഷ്ണയന, മൂഞ്ചി കൃഷ്ണ. പോയല്ലേ. വയസ്സായി, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് നെൽസൺ ചെയ്തു, ജയിലറിൽ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. അത് ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു സിമ്പിൾ സ്റ്റോറി, അത്രേ ഉള്ളൂ. നമ്മൾ ട്രെയിലർ കണ്ടൊന്നുമില്ല പടത്തില്. ട്രെയിലർ കണ്ടതേ ഉള്ളൂ സത്യം പറഞ്ഞു. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. എന്താ പറ്റിയച്ചാ? റോളക്സ് വരാതൊന്നുമല്ല, പടത്തിൽ ഒന്നുമില്ല. ഒരു കോപ്പില്ല. അമീർ ഖാൻ വെറും കോമഡി പീസ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. എന്താ പറയാ, അമീർ ഖാനും പുള്ളിയിലെ നായകൻ. ഏത് നായകനല്ലേ? ആര്? രജനി. കോപ്പാണ്. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നമ്മള് വിക്രമും ലിയോയൊക്കെ നമുക്ക് ഒരു ഇലക്ട്രിഫൈങ് ജയിലറും ആ സാധനം കിട്ടിയില്ല. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ഒന്നുമില്ലാതാക്കി കളഞ്ഞു. ഒന്നുമില്ലെന്ന് വെച്ചാൽ അമീർ ഖാനെ കൊണ്ടുവന്ന് ബംഗാളി പോലെ കൊണ്ട് നിർത്തി കളഞ്ഞു. അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഹൗസിനൊരു പവർ അല്ലേ ബ്രോ? പവർ ഹൗസിനൊരു പവർ കട്ടായി പോയി. പവർ ഇടയ്ക്ക് കട്ടായി പോയി. ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോ. ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? ഒരു ലോട്ടറി അടിച്ച സുഖം. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഇടിവെട്ട.